നമസ്കാരം, എൻ്റെ പേര് സാന്റ മേരിയ. ഞാൻ എന്നുവെച്ചാൽ എൻ്റെ പപ്പായ്ക്ക് ഇതുപോലെ വയ്യാത്തയാണ്. ഇതെൻ്റെ വീടാ. അപ്പോഴത്തേക്കും വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചേച്ചിമാരുണ്ട്, രണ്ട് ചേച്ചിമാരുണ്ട്. അച്ഛന് നിൽക്കാൻ പറ്റത്തില്ല. അച്ഛന് കാല് വയ്യാത്തയാണ്. മസ്കുലർ ഡിസ്ട്രോഫി ഉള്ള അസുഖം മൂലം തകർന്നിരിക്കുന്ന ഒരു ആളാണ് എൻ്റെ പപ്പ. അപ്പോഴത്തേക്ക് എൻ്റെ പപ്പായ്ക്ക് ഇങ്ങനെ ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞങ്ങളിവിടെ തിരിക്കട ഇട്ടിരിക്കുന്നത്. തിരിക്കടയിൽ എന്നുവെച്ചാൽ ഒരു ദിവസം 50 രൂപ 100 രൂപ എന്ന കച്ചവടത്തിലാണ് ഞങ്ങൾ കഴിഞ്ഞു പോകുന്നത്. ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് പോലും പഴയതാണ്. എന്നാലും എനിക്ക് വഴി കൂടെ പോകുന്ന കൊച്ചുങ്ങളെയൊക്കെ കാണുമ്പോൾ എനിക്ക് നല്ല വിഷമമാണ്. ഡ്രസ്സ് വാങ്ങിച്ചു തരാൻ എന്ന് വെച്ചാൽ ദിവസവും ഇങ്ങനെ പൈസ കിട്ടുമ്പം ഇങ്ങനെ ഡ്രസ്സൊക്കെ മേടിക്കുന്നു. ഈ പറയുന്ന 100 രൂപയ്ക്ക് നിങ്ങൾ 4 പേര്, മോള്, 2 ചേച്ചിമാര്, അച്ഛൻ, അമ്മ, 5 പേരൊക്കെ ഈ തുകയിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ? ചില ദിവസം പറ്റാതെ പോയിട്ടുണ്ട്. ചില ദിവസങ്ങളിൽ ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒക്കെ കഴിച്ചു വിടും. മോനെ, ഇവളെ കൂടാതെ 2 മൂത്ത പെൺപിള്ളേരുണ്ട് എനിക്ക്. മൂത്തവൾക്ക് 19 വയസ്സുണ്ട്, രണ്ടാമത്തവൾക്ക് 16 വയസ്സുണ്ട്. എൻ്റെ ഹസ്ബൻഡാണ് ഈ ഇരിക്കുന്ന വീൽ ചെയറിൽ. അയാൾക്ക് മസ്കുലർ ഡിസ്ട്രോഫി എന്ന് പറയുന്ന അസുഖമാണ്. ഇതിന് ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല. പിന്നെ ഹൈ ഷുഗറുണ്ട്. ഇങ്ങനെ ഇരിക്കുമ്പം യൂറിൻ ഇങ്ങനെ മനസ്സറിയാതെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഈ 4, 3, 7 തിരി വിറ്റാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഇവിടെ വരുമാനം ഇല്ലാത്തത് കൊണ്ടാണ് കുഞ്ഞിച്ചിരി ഇവിടെ കുരിശടിയുടെ വാതിലിലോട്ട് പോയി നിന്ന് സ്കൂളിൽ നിന്ന് വരുമ്പം വിക്കി എടുക്കുകയൊക്കെ ചെയ്യുന്നത്. എന്നാലും മാക്സിമം ഞങ്ങൾക്ക് 200 രൂപ കൂടുതലൊന്നും കിട്ടത്തില്ല. ആ 200 രൂപ കൊണ്ട് എന്ത് ചെയ്യണമെന്ന് പോലും ഞങ്ങൾക്കൊരു എത്തും പിടിയുമില്ല. ഈ അവസ്ഥയിലൊക്കെയാണ് മുമ്പോട്ട്. ചില സമയത്ത് കഞ്ഞി പോലും വയ്ക്കത്തില്ല. ചില സമയത്ത് കഞ്ഞി ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കുടിച്ച് ഇങ്ങനെ അങ്ങ് ഇരിക്കും. കുഞ്ഞുങ്ങൾക്ക് നല്ല വസ്ത്രമൊന്നുമില്ല. പിന്നെ കുഞ്ഞുങ്ങൾ ഉള്ളത് കഴുകി ഇങ്ങനെ മറ്റുള്ളവർ പോകുമ്പം ചീത്തയാവാത്ത രീതിയിൽ അങ്ങ് പോകുന്നേ ഉള്ളൂ. മറ്റുള്ളവരുടെ മുമ്പിൽ പോകണ്ടേ, 4 പേരുടെ മുമ്പിൽ പോകുമ്പം പോകണ്ടേ എന്നുള്ളത് കൊണ്ട് അങ്ങ് പോകുന്നു. ക്കാൻ പോകത്തില്ല. കാരണം വയ്യാതിരിക്കുന്ന പപ്പായെ സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് റോട്ടായും തിരിയും എടുത്ത് കുരിശടിയുടെ വാതിൽ കൊണ്ടുപോയി വെച്ച് വരുന്നവരെടുത്ത് കൊണ്ടുപോയി കാണിച്ച് തിരി വേണോ എന്ന് ചോദിച്ചാണ് തിരിവിക്കുന്നത്. ചിലവർ മനസ്സാക്ഷി അറിഞ്ഞ് അവർ വാങ്ങിക്കും, ചിലവർ വാങ്ങിക്കത്തില്ല. അങ്ങനെയൊക്കെയാണ് പോകുന്നത് കാര്യങ്ങൾ. ഈ വീട് ജപ്തിയുടെ വക്കി കിടക്കുക. ഞങ്ങൾക്ക് അടയ്ക്കാൻ നിവർത്തിയൊന്നുമില്ല. കാരണം ഞങ്ങൾ ചേച്ചി അച്ഛൻ്റെ പെങ്ങൾ കൊണ്ടുപോയി പ്രമാണം വെച്ച് സർവ്വമുക്തിയാർ എഴുതി ലോൺ വെച്ചതാണ്. അവർ അതെല്ലാം പറ്റിച്ചിട്ടുകൊണ്ട് പോയി. ഇപ്പം എല്ലാം ഞങ്ങളുടെ തലയിൽ വന്നിരിക്കുക ബാധ്യതകൾ അത്രേ. ഞങ്ങൾ ഈ 3 കുഞ്ഞുങ്ങളും ഈ വയ്യാതിരിക്കുന്ന ആളിനെയും കൊണ്ട് ബാധ്യതകൾ തീർക്കാനുള്ള അവസ്ഥയൊന്നും ഇപ്പം ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് രാഷ്ട്രീയമായിട്ട് പിടിപാടോ മറ്റെന്തോന്നുകളോ ഒന്നുമില്ല. ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല. അഥവാ ബാങ്കുകാർ വന്ന് ജപ്തി ചെയ്ത് ഇറങ്ങാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇറങ്ങിപ്പോകാനും ഒരു സ്ഥലമോ കൂടോ ഒന്നുമില്ല. ഞങ്ങൾ ആ ഒരു എന്ത് ചെയ്യണം? ആത്മഹത്യ എന്തായാലും ഞങ്ങൾ ചെയ്യത്തില്ല. കാരണം ആത്മഹത്യ ചെയ്താൽ ഒരു പരിഹാരം ഒന്നും ആവത്തില്ല. പിന്നെ കുഞ്ഞുങ്ങളെ ജീവിപ്പിക്കണം. കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും മരുന്ന് അവരുടെ ആവശ്യത്തിന് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്ത് അവരെ നോക്കണം. പക്ഷേ ഏതവസ്ഥയിൽ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ എവിടെ എന്നുള്ള ഒരു എന്തോന്ന് ഞങ്ങൾക്കൊരു ചോദ്യചിഹ്നമായിട്ട് ഇങ്ങനെ കിടക്കുക. എവിടെ പോകും? കടത്തിൻ്റെ സുരക്ഷിതമായിട്ട് പ്രായമായ പെൺപിള്ളേരെ കൊണ്ട് പോയി കിടക്കാനൊക്കത്തില്ല. വയ്യാതിരിക്കുന്ന ആൾ എല്ലാം കൊണ്ടും ആകെ വിഷമവും ദുരിതവുമാണ് ഞങ്ങളുടെ ജീവിതം.